ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് 2 ദിവസം ലീവായിരുന്നു. ഞാൻ പറഞ്ഞു ചെറിയ യാത്ര ഉണ്ടായിരുന്നു പറഞ്ഞു. തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ പോയതായിരുന്നു. അപ്പോൾ വീണ്ടും മൺഡേ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയിലുള്ള നമുക്ക് മാർക്കിങ്സ് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതായത് നാളെ 30 ജൂലൈയിൽ ട്രേഡ് ചെയ്യാൻ ഞാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഇന്ന് ലൈവ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇന്ന് ഒരു ടാർജറ്റും 2 സ്റ്റോപ്പ് ലോസും ആണ്. വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്താണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, പിന്നെ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ. ബാങ്ക് നിഫ്റ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇന്ന് ട്രേഡ് ഫസ്റ്റ് ഒരു ഇൻറ്റേർണൽ IDX ലിക്വിഡിറ്റി ഏരിയ ആണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ആ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ടായിരുന്നു ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാനുള്ള. അവിടെ നിന്നാണ് മാർക്കറ്റിൻ്റെ റിവേഴ്സൽ താഴേക്ക് വന്നത്. ഇനി നാളെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ, ഈ ഒരു ഏരിയ ഉണ്ട്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ആണ് 52,547, 52,547 52,427. ഈ 2 ഏരിയകളും ടാപ്പ് ചെയ്യുമ്പം ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. പിന്നീട് നമുക്ക് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും ഈ ഒരു ഏരിയയിലില്ല. കാരണം വലിയൊരു ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇന്ന് മാർക്കറ്റ് ഇനി ബാങ്കിൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ആ ട്രേഡ് എടുത്ത ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് 1000 പോയിൻ്റ് അങ്ങാണ്ടോ മാർക്കറ്റ് ബാങ്ക് താഴേക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെവി മൂവ്മെൻറ്റ്, വലിയ 2 റെഡ് ക്യാൻഡിൽ കണ്ടില്ല, നല്ല വലിയ ക്യാൻഡിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലൊന്നും പ്രോപ്പറായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി ഏരിയ ഒന്നും കാണാൻ കഴിയാത്തത് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയകൾ എന്ന് പറയുമ്പോൾ ഒക്കെ ഇൻറ്റേർണൽ ഏരിയകൾ മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്കാണെങ്കിലും നോക്കാൻ പറ്റിയത് ഇവിടെ 51,136 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 50,863 ഇതിലെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിലും 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ ലിക്വിഡിറ്റി ഏരിയ അതിൻ്റെ താഴേക്കായിരിക്കും 50,438. ഈ 5 ലെവൽസാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണ്. ഈ ഒരു 3 ലെവലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡും ഈ 2 ലെവലിൻ്റെ മുകളിലേക്കാണെങ്കിൽ താഴേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്യുക. പിന്നീട് മാർക്കറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു ഹയർ ടൈം ലിക്വിഡിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും. ഓക്കെ, ഇനി നിഫ്റ്റിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഇന്നും ഓപ്പൺ ആയത് ഓൾ ടൈം ഹൈൻ്റെ മുകളിലല്ലേ, ഹെവി ബുള്ളിഷ് ആണ് നിഫ്റ്റി കാണിക്കുന്നത്. എന്നാൽ നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈ ഒരു സിംഗിൾ വലിയൊരു ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എന്താ പറയുക 24,774 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഡൗൺ സൈഡൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയാൻ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയകൾ നമുക്ക് അത്ര ഇത് 5 മിനിറ്റ്സിൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ നിന്ന് അത്ര പ്രോപ്പറായിട്ട് 50 മിനിറ്റ്സിലില്ല, 5 മിനിറ്റ്സിൻ്റെ മാത്രമേ ഉള്ളൂ. നിഫ്റ്റിയിൽ ഒരു എന്താ പറയുക ഒരുപാട് ഡിസ്റ്റൻസിലാണുള്ളത്. പിന്നെ നിഫ്റ്റിയിലുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് തോന്നുന്നു. എന്താ പറയുക 24,623 ഇതിൻ്റെ രണ്ടിനും താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഈവൻ 5 മിനിറ്റ്സ് പോലും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ 24,750 വേറെ ലെവൽസൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പം നിഫ്റ്റിയിൽ നമുക്ക് നാളെ നോക്കാൻ പറ്റിയൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ 3 ഏരിയകളാണ് എനിക്ക് തോന്നുന്നത്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിലും നമുക്ക് ട്രേഡ് എടുക്കാം. 24,865 മുകളിലേക്ക് പോകുകയാണെങ്കിൽ മീൻസ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ആദ്യം അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 24,774 താഴേക്ക് വന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യില്ല കേട്ടോ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഇന്നത്തെ ഡേ ലോൻ്റെ താഴെയാണെങ്കിൽ മാത്രമേ ഒരു ഏരിയ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ മുകളിലേക്ക് തന്നെ വീണ്ടും നോക്കാം. അവിടെ 25,000 എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെവലുണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോകുകയാണെങ്കിൽ അവിടെ ഉള്ളൊരു ഓൾ ടൈം ഹൈൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. ഇപ്പോൾ നോർമലി എനിക്ക് തോന്നുന്ന 3 ഏരിയാസ് 24,663 താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡ്, 24,758 താഴേക്ക് വരികയാണെങ്കിലും അപ്സൈഡ് 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് ചെയ്യും. പിന്നെ 25,000 മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. ഞാൻ ഏതായാലും ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസൊക്കെ നിഫ്റ്റിയിൽ ബാങ്കിലൊക്കെ പറഞ്ഞു. ഇനി ഏതായാലും നോക്കാം, ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കൂ. മാർക്കറ്റ് എങ്ങനെ ഇവിടുന്ന് റിയാക്ട് ചെയ്യണമെന്നൊക്കെ ചെക്ക് ചെയ്യുക.
എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ലൈവ് ട്രേഡ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം യൂസ്ഫുൾ ആവുന്നുണ്ട്, പലർക്കും നല്ല കമൻറ്റൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പിലൊക്കെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് ലിക്വിഡിറ്റി ഏരിയകളിലൊക്കെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയകൾക്ക് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ നോർമൽ ഒരു SMC എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ വർക്കാവുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അത് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഓരോ സമയത്തും പല പല രീതിയിലായിരിക്കും ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതിനോടൊക്കെ തന്നെ നമ്മൾ ഓരോ സമയത്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത്തരം എൻട്രീസ് പലപ്പോഴും പരിഗണിക്കാറുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.